ഇരിക്കും രമേശ്. ഇത്രയധികം വൈകിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമെന്ന്. ഞങ്ങൾ വളരെ നേരം ബീച്ചിൽ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ എവിടെ ഇരുന്നു ഞാൻ ചോദിച്ചേ ഇല്ലല്ലോ. അച്ഛൻ പുറത്തേക്കെങ്ങും പോയി? ഈ വയസ്സിന് എവിടെ പോകാം മോളെ? ഞങ്ങൾ എന്താ മോളെ ഞങ്ങൾക്ക്? പറയൂ രമേശ്. ഞങ്ങൾ വളരെ ഗൗരവമുള്ളൊരു കാര്യം സംസാരിക്കാൻ തീരുമാനിച്ചിട്ട് വന്നിരിക്കുകയാണ്. മോളെ, നിങ്ങൾ രണ്ടുപേർക്കും കൂടി എന്തോ ഗൗരവമായി എന്നോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നീ മാത്രം എണീറ്റ് പോകുന്നത് എന്തിന്? എല്ലാം രമേശ് പറഞ്ഞു. നിനക്കും വേണ്ടി കൂടെയല്ലേ രമേശ് പറയുന്നത്? നീ ഇരുന്ന് കേൾക്ക്. എന്താ രമേശ്? എനിക്കും ഹേമയ്ക്കും വിവാഹിതരായാൽ കൊള്ളാമെന്നുണ്ട്. എന്റെ അഭിപ്രായം അറിയണമല്ലേ? രമേശിന്റെ അച്ഛന്റെ അഭിപ്രായം അറിയണ്ടേ? വിവാഹം കഴിഞ്ഞിട്ട് അച്ഛൻ അറിയിച്ചാൽ മതി. ഈ വിവാഹത്തിന് അച്ഛൻ സമ്മതിക്കില്ലെന്നറിയാമല്ലോ. അവരൊക്കെ പഴയ പാരമ്പര്യക്കാരാണ്. മോളെ, രമേശ് പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? നമ്മൾ ഈഴവരാണ്. രമേശാണെങ്കിൽ ഒരു പ്രമാണി നായർ. ഒരുപക്ഷെ ഈ സംഭവം രമേശിന്റെ അച്ഛനെ ഞെട്ടിക്കുന്ന ഒന്നായിരിക്കും. ഞങ്ങൾ അതേപ്പറ്റി ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. രമേശ്, എനിക്കിതിൽ പൂർണ്ണ തൃപ്തിയാണ്. പോരെങ്കിൽ എന്റെയും എന്റെ മകളുടെയും ഭാഗ്യവും കൂടിയാണ്. പക്ഷേ രമേശ്, അച്ഛന്റെ അനുവാദം കൂടെ വാങ്ങുന്നതല്ലേ നല്ല? നിന്റെ കൈക്ക് തീരെ ബലമില്ലാതായോ? നീ ഇങ്ങനെ പാട്ടും പാടി ഡാൻസും പാടി നിന്ന് അതിന്റെ ഒരു ഹോബി ആയി പോയി. നീ അറിഞ്ഞോ എന്താ ഹേമയുടെ കല്യാണം വെച്ചിട്ട്? അപ്പൊ എനിക്ക് കത്തടിക്കണമല്ലോ. അമ്മേ, നാട്ടിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ക്ഷണിക്കാനുണ്ട്. നീ എന്തിനാടാ ക്ഷണിക്കുന്നത്? ആ രമേശ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു. മമ്മി, രമേശ് ഹേമയുടെ വൈഫ് എന്താണ്? കല്യാണം കഴിക്കില്ല. ഇല്ലില്ല എന്നും പറഞ്ഞോട് നിന്നു. രാഘവ കൊച്ചേട്ടനും ഹേമയും രമേശും കൂടി ഇരുന്ന് കല്യാണക്കാര്യം പറഞ്ഞ് തീരുമാനിക്കുന്നത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടേച്ചു വന്നതാ. ആ കല്യാണം നടക്കില്ലമ്മേ. രമേശ് നായരാണ്, നമ്മൾ ഒന്നാന്തര ഈഴവരാണ്. അമ്മാവൻ സമ്മതിച്ചാലും രമേശിന്റെ അച്ഛൻ സമ്മതിക്കില്ല. നീ ഒരു കാര്യം ചെയ്യും മോനെ, ഒരു കടലാസും പേനയും എടുക്കും. എന്തിന്? പറയുന്ന കേക്ക്, എടുത്തോണ്ട് വാ. കൃഷ്ണക്കുറുപ്പ് അവർക്ക് നിങ്ങളുടെ മകൻ രമേശ് ഹേമ എന്നു പേരുള്ള ഒരു ഈഴവ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ നന്ദനത്ത് കൃഷ്ണക്കുറുപ്പാണെങ്കിൽ അവനെ പിടിച്ചപിടിയാലെ കൊണ്ടുവന്ന് വിശാലാക്ഷിയുടെ വിവാഹം നടത്തിക്കും. എടാ, ആരാണ്ട ഈ ഹേമ? അമ്മാവ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടെ? നീ എന്റെ അനന്തരവനെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഞാൻ പറഞ്ഞ പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചു. എന്റെ കാര്യമൊന്ന് വേറെ. അമ്മാവന് മാത്രമല്ല, അയലോക്കത്ത് കൊള്ളാവുന്ന 10 ആണുങ്ങൾക്ക് കൂടി ഇഷ്ടമുള്ളൊരു പെണ്ണിനെ ഞാൻ സംബന്ധിച്ചത്. ഞാൻ ഉടനെ സേലത്തിന് പോകുന്നു. അവിടെ ചെന്നാൽ ഉടനെ വിശാലാക്ഷിയുടെ വിവാഹ ദിവസം നിശ്ചയിച്ച് രമേശിനെ കമ്പി അടിച്ചു വരുത്തും. കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞ് കമ്പിയടിച്ച ചിലപ്പോ രമേശ് വന്നില്ല എന്ന് വരും. സേലത്ത് എന്നിട്ട് അമ്മാവൻ ചത്തെന്നോ ചാകാൻ കിടക്കുന്നെന്നോ വേണം കാണിച്ചൊരു കമ്പിയടിച്ച വന്നേക്കുമായിരുന്നു. അതൊരു നല്ല ബുദ്ധിയാണ്. ഈ വിധിയെന്നും ദൈവനിശ്ചയമെന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ്. അല്ലെങ്കിൽ ചീട്ട് കളിക്കാൻ വേണ്ടി ഞാൻ ആ ചെട്ടിയാരെ വിട്ട് ടെലിഫോൺ ചെയ്തപ്പോൾ ഹേമ കിട്ടേണ്ട വല്ല കാര്യവുമുണ്ട്. ശ്രദ്ധിച്ച് ഫോൺ ഡയൽ ചെയ്യാത്തത് കൊണ്ടാണ്. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വേറെ വല്ലതും കിട്ടുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ റോങ് നമ്പർ പ്രശ്നത്തിൽ ദൈവത്തിന് സാരമായ ഉത്തരവാദിത്വമുണ്ടെന്നാണ് എന്റെ ആരോപണം. ഞാനൊരു സത്യം പറയട്ടെ. നിർബന്ധമാണെങ്കിൽ പറഞ്ഞോളൂ. അച്ഛൻ എനിക്ക് വേണ്ടി 2-3 കല്യാണാലോചന നടത്തിയത് എനിക്കിഷ്ടമായില്ല. മിസ്റ്റർ രമേഷിനെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നെങ്കിലും എന്തോ ഒരു പ്രത്യേകത തോന്നി.
അതുകൊണ്ടാണല്ലോ ചായയിൽ ഉപ്പ് കലക്കി എന്നെ കൊണ്ട് കുടിപ്പിച്ചത്. വിവാഹ ജീവിതത്തിൽ എന്നും ഓർമ്മ നിൽക്കുവാൻ വേണ്ടി ഇങ്ങനെയെല്ലാം ചിലതുണ്ടായിരിക്കണം. ഇങ്ങനെയും ചിലതുണ്ടായിരിക്കും. രമേശ്, അടുത്ത 7-ാം തീയതി നിങ്ങൾക്ക് കല്യാണം. പക്ഷെ അച്ഛന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അറിയുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ തന്നെ ഓടേണ്ടിയിരിക്കുന്നു. മോളെ ക്ഷണക്കത്തൊക്കെ അച്ചടിക്കാൻ കൊടുത്തു. വരുന്ന പഠിക്കാൻ രമേശിന് വീട്ടിൽ പോയിരുന്നു. രമേശ് കമ്പിയുണ്ട്. എന്താ എന്താ രമേശ്, വിശേഷം വരുന്നുണ്ടോ? അച്ഛന് സൂക്കേട് കൂടുതലാണെന്ന്, ഉടനെ സേലത്തേക്ക് പുറപ്പെട്ടു ചെല്ലണമെന്ന്. അച്ഛനിപ്പോൾ സേലത്താണോ? അച്ഛന്റെ ഒരു സ്നേഹിതൻ സേലത്തുണ്ട്. അച്ഛൻ കൂടെ കൂടെ അവിടെ പോകും. രമേശ് ഉടനെ പോണം, ഒട്ടും താമസിക്കരുത്. ഞാൻ പോയിട്ട് ഉടനെ വിവരം അറിയിക്കാം. ഞാൻ വരട്ടെ. ധൈര്യമായിട്ട് പോകും രമേശ്. വരട്ടെ ഹേമേ. ഹലോ രമേശ്. ഹലോ ഡോക്ടർ. ഡോക്ടർ കണ്ടിട്ട് വളരെ നാളുകളായി. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് കുറച്ചു നാളുകളായി. ഡോക്ടർ ഇപ്പോൾ ഇവിടെ? ഞാൻ എന്റെ ഒരു സ്നേഹിതന്റെ സഹോദരിയുടെ കല്യാണത്തിന് വന്നതാ. ഓഹോ. അച്ഛന് സുഖമില്ലാന്നും പറഞ്ഞ് എനിക്കൊരു ടെലഗ്രാം ഉണ്ടായിരുന്നു. ശരി. ഞാനിപ്പോ തന്നെ പുറപ്പെടുകയാണ്. ഓഹോ, നാളത്തെ മേലിൽ ഞാൻ വരുന്നുണ്ട്. ശരി. റൈറ്റ്. ഓക്കെ. യാതൊരു ന്യായവും നീ പറയണ്ട. നാളെ രാവിലെ നിന്റെ വിവാഹം നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. എന്റെ വിവാഹത്തിന് എന്റെ അഭിപ്രായം കൂടി അച്ഛൻ അറിയേണ്ടതായിരുന്നു. നിന്റെ വിവാഹത്തിന് അച്ഛന്റെ അഭിപ്രായം അറിയണമെന്ന് നിനക്ക് തോന്നണ്ടേ? ദയവ് ചെയ്ത് അച്ഛനാണ് നിർബന്ധിക്കരുത്. ഹേമയുടെ വിവാഹ തീയതി പോലും നിശ്ചയിച്ചു കഴിഞ്ഞു. ഇതും നിശ്ചയിച്ചു കഴിഞ്ഞു. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാനാണ് ഉത്തരവാദി. അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടന്നേ തീരൂ. രമേശ്, രമേശ്, ഇതെന്റെ സ്നേഹിതൻ ദാമോദര മേനോന്റെ ഫോട്ടോയാണ്. നായാട്ടിൽ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. ഉദ്ദേശം 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരിക്കൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ നായാട്ടിന് പോയി. ഞാൻ വെച്ച ഒരു വെടി ഉന്നം തെറ്റി അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൊണ്ടു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉറുപ്പേ, നിങ്ങൾ ഒന്നുകൊണ്ട് ഭയപ്പെടണം. നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്ന് എനിക്കറിയാം. ഞാൻ തന്നെത്താൻ വെടിവെച്ചതാണെന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതിയെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ മരണശയ്യയിൽ കിടക്കുന്ന എന്റെ സുഹൃത്തിന് ഞാനൊരു വാക്ക് കൊടുത്തു. എന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ചുകൊള്ളാം. അങ്ങനെ ഞാൻ കൊടുത്ത ആ പ്രതിജ്ഞ എനിക്ക് നിറവേറ്റിയേ പറ്റൂ. ഹേമയെ ഞാൻ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തുപോയി. അപ്പോൾ എന്റെ സ്നേഹിതന് ഞാൻ കൊടുത്ത വാക്ക്? അച്ഛൻ മരിച്ചുപോയ ഒരാളോടാണ് വാക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് വാക്ക് നൽകിയത്. ശരിയാണ് മോനെ, നിന്റെ വാക്ക് പാലിക്കപ്പെടേണ്ടത്. നീ ചെറുപ്പമാണ്. ഒരു ചെറുപ്പക്കാരിയോട് നീ കൊടുത്ത വാക്ക് വയസ്സായ ഞാൻ മരിച്ചവരോട് കൊടുത്ത വാക്കിനേക്കാൾ വിലയുള്ളതാണ്. മരിച്ചവരോടുള്ള വാക്കിന് മരിക്കുന്നവരുടെ വാക്കിനും വിലയില്ലെങ്കിൽ പ്രശ്നം വളരെ വേഗം പരിഹരിക്കപ്പെടും. രമേശ്, നിന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ഈ തോക്കുകൊണ്ട് തന്നെ ഞാൻ മരിക്കുകയാണ്. അച്ഛാ,
ക്ഷമിക്കണം അച്ഛ. എന്റെ അച്ഛന്റെ ജീവനേക്കാൾ വലുതല്ല ഈ ലോകത്തുള്ള ഒന്നും. എന്റെ അച്ഛന്റെ വാഗ്ദാനം പാലിക്കാൻ വേണ്ടി എന്റെ പ്രേമം ഞാൻ ബലിയർപ്പിക്കുന്നു. മകനെ, രമേശ്, മകനെ. മോഹൻ, എന്താ അത്ര താമസിച്ചത്? സോറി, വണ്ടി കിട്ടിയില്ല. അയാൾ എവിടെ നിന്ന് മാറ്റി വേഗം. സോറി ഗോപാൽ. സാരമില്ല, നിങ്ങൾ ആരും പരിഭ്രമിക്കണം. ഇതിപ്പോൾ മാറിക്കൊള്ളു. ഞാൻ ഇവന്റെ അച്ഛനാണ്, എനിക്കതറിയാം. ഇയാൾ അപസ്മാര രോഗിയാണ് മിസ്റ്റർ ഗോപാൽ. അതെ, വിവാഹം കഴിഞ്ഞാൽ മാറിയേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനും ഒരു ഡോക്ടർ തന്നെ മിസ്റ്റർ. ഈ രോഗം വിവാഹം കൊണ്ടൊന്നും മാറുന്നതല്ല. നിങ്ങൾ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ചതിക്കാൻ നോക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ജീവിതം തകർന്നാലും വേണ്ടില്ല, മകന്റെ രോഗത്തിന് ഒരു പരീക്ഷണം നടത്താമെന്ന് കരുതി, അല്ലേ? നിങ്ങൾക്കിതിൽ എന്താണ് മിസ്റ്റർ കാര്യം? എന്റെ സ്നേഹിതൻ ഗോപാലിനുള്ള കാര്യം എനിക്കുമുണ്ട്. എന്റെ മകന്റെ ബോധം തെളിഞ്ഞാൽ ഈ വിവാഹം നടത്താം ഗോപാൽ. യാതൊരു കാരണവശാലും വിവാഹം നടത്തരുത് ഗോപാൽ. ആ പെൺകുട്ടിക്ക് യാതൊരു ദാമ്പത്യ സുഖം ലഭിക്കില്ല. എങ്ങോട്ടൊന്നും കയറി വന്ന ഒരുവൻ എന്നെയും എന്റെ മകനെയും അപമാനിച്ചിരിക്കും. ഞങ്ങൾക്കിനി ഈ പെണ്ണ് വേണ്ട. ഞങ്ങളിതാ പോകുന്നു. എല്ലാവരും വരും, ചെറുക്കനെ എടുക്കും, നമുക്ക് പോകാം. നിങ്ങളാണ് ഈ കല്യാണം മുടക്കിയത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു. ഗോപാൽ എന്റെ സ്നേഹിതനാണ്. സ്നേഹമുണ്ടെന്ന് വാചകം അടിച്ചാൽ പോരാ. പെണ്ണ് പ്രായമായി വീട്ടിൽ നിൽക്കുമ്പോഴുള്ള വിഷമം ഗോപാലിനെ അറിയാവൂ. ഒരു ഹോട്ടൽ തൊഴിലാളിയുടെ പെങ്ങളെ ഈ പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം ചെയ്യുമോ? നിയന്ത്രണം ഇടാതിരിക്കൂ ഗോപാൽ. ഈ വിവാഹം നടക്കാത്തതിന് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളുടെ സഹോദരിയുടെ ജീവിതം രക്ഷപ്പെട്ടു. ഞാൻ ഇന്നലെ വരെ സമ്പാദിച്ചതെല്ലാം ഈ വിവാഹത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇനി എന്റെ സഹോദരിക്ക് ഒരു വിവാഹം കിട്ടാൻ എന്ത് പ്രയാസമാണ്. ഇവിടെ ക്ഷണിച്ചു വരുത്തിയവരോടെല്ലാം ഞാൻ എന്ത് സമാധാനം പറയും? അണിഞ്ഞൊരുങ്ങി വിവാഹത്തിന് വേണ്ടി വന്ന എന്റെ സഹോദരി കണ്ണുനീരോടുകൂടി തിരിച്ചു പോകണ്ടേ? ഗോപാൽ, നിങ്ങൾ എന്റെ ആത്മസുഹൃത്താണ്. എന്റെ വിഷമസ്ഥിതിയിൽ ഹൃദയം തുറന്ന് സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ്. പ്രാക്ടീസിന് വേണ്ടി ഞാൻ കോയമ്പത്തൂരിൽ അലഞ്ഞു നടന്നിട്ടുള്ള കാലം മറന്നിട്ടില്ല ഗോപാൽ, മറന്നിട്ടില്ല. അന്ന് എന്നെ സഹായിക്കാൻ ഒരു ഗോപാലേ ഉണ്ടായിരുന്നു. എന്റെ ഈ ഉയർച്ചയ്ക്കും ആ ഗോപാലാണ് കാരണം. ഗോപാൽ, നിങ്ങൾ വേദനിക്കുമ്പോൾ അതിലേറെ ഞാൻ വേദനിക്കും. സാർ, ഈ മുഹൂർത്തം തെറ്റിയാൽ ഈ ജീവിതത്തിൽ ആ കുട്ടിക്ക് കല്യാണം ആകാൻ പോകുന്നില്ല. ഗോപാൽ, ആപത്തിൽ ഉപകരിക്കുന്നവനാണ് സ്നേഹിതൻ. ഞാൻ നിങ്ങളുടെ സഹോദരിയുടെ മുഖം പോലും ഇന്നോളം കണ്ടിട്ടില്ല. എങ്കിലും നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സഹോദരി വിവാഹം കഴിച്ചോളാം. മോഹൻ.